ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ക്രിസ്മസ് ഒക്കെ എവിടെ വരായി? അപ്പം നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് പോവാം. ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ, എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ 2-3 വർഷം മുന്നായിട്ട് ഇരിപ്പിള്ളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെക്കറേഷൻ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ യാഷുനും സിയാനും ഒരു റെഡ് ടീഷർട്ട് മേടിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് പോകാട്ടോ. അപ്പം നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ ഈ റെഡ് ഡ്രസ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അപ്പോൾ പിള്ളേരിടുന്നതിന്. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബാ. എപ്പോഴത്തേം പോലെ ഇതോ അവരെല്ലാം റെഡിയായി നിൽക്കും കേട്ടോ. എന്നെ ഞാൻ ലോക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ലോക്ക് ചെയ്തിട്ട് അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, ഉറങ്ങുന്ന സമയത്താട്ടോ ഞങ്ങളെല്ലാം കൂടെ റെഡിയായി പോകുന്നത്. കാരണം വൈകിട്ടാകുമ്പോഴത്തേനും നല്ല ബ്ലോക്ക് ആവുമെന്ന് വെച്ചിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ പെട്രോൾ അടിക്കാനൊക്കെ കയറിയിട്ട് അവിടെ നിന്ന് നേരെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവാം. ആരും ഇല്ലടേ, അല്ല സോറി, സ്റ്റുഡിയോയിൽ ആരും ഇല്ല, വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾ സ്റ്റുഡിയോ എത്തിയിരിക്കുന്നു. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നോക്കിയപ്പോഴത്തേന് സാധാരണ ഇവിടെ വന്നാൽ ഫുള്ളാണ്, വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. കൊച്ചു 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 പേരിന് പോലും ഒരു റെഡില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത് റെഡാന്ന് പറഞ്ഞു വന്നപ്പോഴത്തേന് അത് പിങ്ക് ആയിരുന്നു. കുറേ പിങ്കും ബ്ലാക്കും വയലറ്റും ഒക്കെ കയറുന്ന കുറേ കോമ്പിനേഷൻ കളേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പം റെഡ് നോക്കിയിട്ടാണ് വന്നതുകൊണ്ട് പിന്നെ അവിടെ സമയം കളയണ്ട, നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ആദ്യമായിട്ട് സ്റ്റുഡിയോ കയറിയിട്ട് ഒന്നും എടുക്കാണ്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച റെഡ് ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് ടാറ്റ ബൈ ബൈ പോവാണ്. ഇനി വേറെ കടയിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ നേരെ രാജകുമാരിയിലേക്ക് വന്നു. ഇവിടെ ആകുമ്പോഴത്തേന് കുറേ റെഡ് കളറിൻ്റെ കാണുമെന്ന് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴത്തേന് ഇത് ഇതുപോലത്തെ ഫ്രോക്ക് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഫ്രോക്ക് മോഡൽ ഇഷ്ടമല്ല. എനിക്ക് ഏട്ടനും ഇഷ്ടമല്ല, ഞങ്ങൾക്ക് രണ്ടിനും ഇഷ്ടമല്ല. അതുകൊണ്ട് അവളെ കൊണ്ട് ഇടിപ്പിക്കത്തുമില്ല. അങ്ങനെ ആദ്യം കുറേ ഫ്രോക്ക് നോക്കി, പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രോക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ചേച്ചിമാർ എടുത്ത് തന്നപ്പോഴത്തേന് നമ്മുടെ കണ്ണിലൊരു ടീഷർട്ട് കണ്ടു കേട്ടോ. അങ്ങനെ അതിൻ്റെ പുറകിൽ ടീഷർട്ടിൻ്റെ ബാക്കി കണ്ടിന്യൂഷന് പോയപ്പം ഞാൻ പിന്നെ അവിടെ ഉള്ള എല്ലാം പറക്കിയിട്ടത് ആദ്യം ഈ എടുത്ത ഈ ഒരെണ്ണമായിരുന്നു കേട്ടോ. വെച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല. പിന്നെ അത് മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ കോൺട്രാസ്റ്റ് ചോദിച്ചു, വൈറ്റും തിരിച്ചു വരുന്നത്. അങ്ങനെ അത് വെച്ചപ്പോൾ ഇത് സിയാൻ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത് എടുക്കാൻ വന്നപ്പം ഞാൻ പോയി വേറെ നോക്കിയപ്പോൾ കാണാൻ വേറൊരു ടീഷർട്ട് മാത്രമേ എനിക്ക് കിട്ടി. അത് ഇട്ട് നോക്ക്, നമ്മൾ ആദ്യം എടുത്താൽ ഇട്ട് നോക്കുന്നത് ഇത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല മെറ്റീരിയലായിരുന്നു. പക്ഷേ ഷോർട്സ് നല്ല ചെറുതായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ടീഷർട്ട് ഇട്ട് നോക്കിയപ്പോൾ തന്നെ കൊള്ളാം. പിന്നെ നോക്കി ഞാൻ വീണ്ടും ചെന്നപ്പോൾ കാണാം ഇച്ചിരി കൂടെ ഡാർക്ക് റെഡ് കണ്ടു കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു റെഡ് ടീഷർട്ടാട്ടോ എടുത്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞറിയപ്പം യാഷിനാണെങ്കിൽ നല്ല ഉറക്കം. അവൾ കോട്ടയെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങും. ഇനി നമ്മൾ നേരെ പോകുന്നത് സാന്റാക്ലോസിനെ കുറച്ച് സാധനം മേടിക്കാനാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറിയപ്പോഴത്തേന് ക്യാപ്പ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാപ്പ് എടുക്കാനായിട്ട് പോവാം. യാഷുവിന് ഒരു വെൽവെറ്റിൻ്റെ ക്യാപ്പ് കിട്ടി, അപ്പം മോന് കിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരെണ്ണം വെച്ച് നോക്കിയപ്പോൾ സാധാ ഒരെണ്ണമായിരുന്നു. അങ്ങനെ അതും എടുത്ത് സിയാൻ ഒരു ലൈറ്റ് എറുന്ന ക്യാപ്പ് എടുത്തു. പക്ഷേ അത് വലുതായിരുന്നു, അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി സാധനമൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇനി നേരെ സിയാൻ ഒരു ക്യാപ്പ് മേടിക്കണം, ഏട്ടനും ഒരു ക്യാപ്പ് മേടിക്കണം. എനിക്കും യാഷിനും മാത്രം ക്യാപ്പ് മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. കയറിയപ്പോഴേ യാഷു ഡ്രസ്സൊക്കെ എടുത്ത് ഒങ്ങിപ്പോയി. മക്കൾക്ക് ക്യാപ്പ് മേടിക്കണ്ടേ? നമുക്ക് മേടിക്കാം കേട്ടോ. അയ്യോ, ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. ക്യാപ്പ് മേടിക്കാൻ സിയാനും ഏട്ടനും കൂടെ പോവാണ്. ഏട്ടനും സിയാനും കൂടെ പോവാട്ടോ. ഫ്രണ്ടിൽ പാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന കടയാണ് ജോൺസ്. അങ്ങനെ അവർ രണ്ടുകൂടെ അങ്ങോട്ട് പോയിക്കുവാണ്. ഞാൻ പറഞ്ഞു പിന്നെ എനിക്കൊരു പാലും കൂടെ ഉള്ളത് ചായ ഇടാനായിട്ട്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ വരും. ദിവസമായിട്ട് അത്യാവശ്യം ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യയ്ക്കാണ് പുറത്തും കൂടി ബ്ലോക്ക് വരുന്നത്. അതിന് മുന്നേ നമ്മൾ എസ്കേപ്പ് ആവാൻ നോക്കുവാണ്. പിന്നെ സ്റ്റുഡിയോയിൽ ആണെങ്കിൽ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ റെഡ് എന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ഒരു വൈബാണൊക്കെ അവിടെ കൊടുക്കത്തില്ലല്ലോ. അപ്പം അത് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ട്രെൻഡ്സിൽ കയറാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ ട്രെൻഡ്സിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ രാജകുമാരി വന്ന് ആ ഒരു ടോപ്പാണ് എടുത്തത്. ഫ്രോക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മാത്രമല്ല യാഷു റെഡ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ റെഡ് ഇടിപ്പിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടമല്ല റെഡ് കുഞ്ഞിടുന്നത്.
അപ്പോൾ തൽക്കാലത്തേക്ക് ഇടാനായിട്ട് ഒരു സെറ്റായിട്ട് ഒരെണ്ണം മേടിച്ചത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ക്യാപ്പ് മേടിച്ചു. പോകുന്ന വഴിക്കല്ല, അതിൽ നിന്ന് ലാസ്റ്റ് കറങ്ങി ബില്ലടിക്കാൻ നേരത്തേക്ക് 2 പൊട്ട് കണ്ട്. അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് മേടിച്ചു. എന്നിട്ട് ഞാൻ ദേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഒരു ക്യാപ്പൊക്കെ മേടിച്ചിട്ട് വരണ്ടല്ലേ. യാശു നല്ല ഉറക്കം. കുറേ ആയവർ പോയിട്ട് കേട്ടോ, എത്തുന്നില്ലല്ലോ. എന്താ ഞാൻ ആ കടയിലുള്ള ക്യാപ്പ് മൊത്തം വെച്ച് വെക്കണോ എന്തോ അച്ഛനും മോനും കൂടെ. കിട്ടിയോ സിയ ക്യാപ്പ്? അങ്ങനെ നമ്മൾ പോയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അധികം സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയതുമില്ല. ഉള്ളതൊക്കെ കുറച്ച് മേടിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.